ഭരണനിർവഹണ ചുമതല മന്ത്രിമാരിൽ ആർക്കെങ്കിലും നൽകുമെന്നാണ് ഇപ്പോഴത്തെ വിവരം. ഇ.ഡി കേസും നടപടിയും തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കാനാണ് എ.എ.പി ശ്രമം. ഇതിനായി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യയെയും പ്രചാരണത്തിനിറക്കാൻ എ.എ.പി ആലോചിക്കുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് തീർത്തും രാഷ്ട്രീയ പ്രേരിതമായ നടപടിയെന്ന് മുൻനിർത്തി പ്രചാരണം നടത്താനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. കെജ്രിവാളിന്റെ അറസ്റ്റിൽ രാജ്യവ്യാപകമായുള്ള പ്രതിഷേധ പരിപാടികൾക്ക് ഇന്ത്യ മുന്നണി ഉടൻ രൂപം നൽകും. അതേസമയം വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാനാണ് അരവിന്ദ് കെജ്രിവാളിന്റെ നീക്കം. വിചാരണ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുന്നതിന് സമാന്തരമായി സുപ്രീം കോടതിയെ സമീപിക്കാനാണ് നീക്കം. PMLA വ്യവസ്ഥകൾ ലംഘിച്ചാണ് അറസ്റ്റെന്ന് സുപ്രീം കോടതിയെ അറിയിക്കും. 7 ദിവസത്തേക്കാണ് ഇ.ഡി കസ്റ്റഡിയിൽ വിട്ടത്. മദ്യനയ അഴിമതിയുടെ മുഖ്യ സൂത്രധാരൻ അരവിന്ദ് കെജ്രിവാൾ ആണെന്ന് ഇ.ഡി കോടതിയിൽ വാദിച്ചു. നയരൂപീകരണത്തിൽ കെജ്രിവാളിന് നേരിട്ട് പങ്കുണ്ട്. കെജ്രിവാൾ സൗത്ത് ഗ്രൂപ്പിൽ നിന്നും കോഴ ചോദിച്ചു വാങ്ങി. പണം പഞ്ചാബ്, ഗോവ തിരഞ്ഞെടുപ്പുകൾക്ക് ഉപയോഗിച്ചുവെന്നും ഇ.ഡിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ചെന്നൈയിൽ നിന്നും ഡൽഹിയിലേക്കും അവിടെ നിന്ന് ഗോവയിലേക്കുമാണ് പണം എത്തിച്ചത്. 100 കോടിയുടെ കോഴ ഇടപാട് വഴി സൗത്ത് ഗ്രൂപ്പിന് 600 കോടിയാണ് ലാഭമുണ്ടായത്. കോഴ ഇടപാടിൽ ഇടനിലക്കാരനായത് മലയാളിയായ വിജയ് നായരാണ്. വാട്സ്ആപ്പ് ചാറ്റുകൾ അടക്കം തെളിവായുണ്ടെന്നും ഇ.ഡി കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കെജ്രിവാളിനെ ഹാജരാക്കുന്നത് കണക്കിലെടുത്ത് കോടതി പരിസരത്ത് കനത്ത സുരക്ഷയാണ് കഴിഞ്ഞ ദിവസം ഒരുക്കിയത്. തെലങ്കാന മുഖ്യമന്ത്രിയായിരുന്ന കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകളായ കവിതയിൽ നിന്നാണ് മദ്യ വ്യവസായികൾ നൽകിയ 100 കോടി എ.എ.പി നേതാക്കൾ കൈപ്പറ്റിയതെന്നാണ് ഇ.ഡി ആരോപിക്കുന്നത്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.